LDF സർക്കാർ ഈ ഹിന്ദുമതത്തിനെ എടുത്തിട്ട് ചെറിയൊരു കളി കളിക്കുകയാണ്. ന്യൂനപക്ഷത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് അടുത്ത തിരഞ്ഞെടുപ്പിൽ LDF അധികാരത്തിൽ വരാൻ വേണ്ടിയുള്ള ഒരു പുതിയ നീക്കമാണിത്. ഇവിടെ ഈ മുസ്ലിങ്ങളെ കുറിച്ചിട്ട് ഒരു ഭീതി ഹിന്ദു സമുദായത്തിൽ ഉണ്ടാക്കും. അപ്പൊ ഈ ഹിന്ദു മുസ്ലിം എന്നുള്ള ഒരു അജണ്ട സെൻട്രൽ പോയിന്റിലേക്ക് കൊണ്ടുവരിക. ഈ ഭരണത്തിലിരിക്കുന്നവർക്കും അവരുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്കൊക്കെ ചില ദോഷങ്ങളുണ്ട്. ഇതിനകത്ത് കിടക്കുന്ന എന്താണെന്ന് നമുക്ക് ആർക്കും അറിയില്ല. UDF വന്നു കഴിഞ്ഞാൽ കേരളം ഭരിക്കുന്നത് മുസ്ലിങ്ങളെ. മലപ്പുറം വേറൊരു രാജ്യമായി. മുസ്ലിങ്ങളുടെ ആധിപത്യം വന്നു കഴിഞ്ഞാൽ കേരളം മലപ്പുറം പോലെയാകും. കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി CPM ആണ്. CPM പുറത്തേക്ക് വിടാൻ ഉദ്ദേശിക്കുന്ന ആ മെസ്സേജ് അതിശക്തമായ ഭാഷയിൽ ആരായിരിക്കും പുറത്തുവിടുന്നത്? BJP ആയിരിക്കും. ഇനി കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ ശബരിമലയിൽ അയ്യപ്പ സംഗമം തുടങ്ങുകയാണ്. ഇതിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഇപ്പോൾ തന്നെ ഉയർന്നു വരുന്നത്. ന്യൂനപക്ഷത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് അടുത്ത തിരഞ്ഞെടുപ്പിൽ LDF അധികാരത്തിൽ വരാൻ വേണ്ടിയുള്ള ഒരു പുതിയ നീക്കമാണിത്. അതുപോലെ തന്നെ വർഗീയത ഉണ്ടാക്കാൻ വേണ്ടിയുള്ള BJPയുടെ നീക്കത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രീതിയാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നത് എന്നാണ്. പക്ഷെ അവരുടെ ഭാഗത്ത് എന്ന് പറയുന്നത് വിശ്വാസികളെ ചേർത്ത് പിടിക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു സംഗമം അല്ലെങ്കിൽ ആ ഒരു സമ്മേളനം മാത്രമാണ് ഇതെന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇതിന്റെ യഥാർത്ഥ വശം എന്ന് പറയുന്നത് പിണറായി സർക്കാർ കേരളത്തിൽ ഊട്ടി ഉറപ്പിക്കുന്നതിനുള്ള മറ്റൊരു മാർഗമാണോ? ഇത് ആർക്ക് സംശയമില്ലാത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യം വെച്ചിട്ടുള്ള ഒരു സംഗതിയാണ്. അപ്പൊ ഇതിനകത്ത് എന്താണ് അടിസ്ഥാനമായിട്ട് നമ്മൾ ഇതിന്റെ പിന്നിലേക്ക് പോയിട്ട് ഇപ്പൊ എല്ലാത്തിനെയും നമ്മളിപ്പോ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമല്ലോ, അല്ലേ? എന്ന് പറയുന്നത് വൈറ്റൽസ് എന്താണെന്ന് ടെസ്റ്റ് ചെയ്തിട്ട് നോക്കുമല്ലോ. ഇതെന്താ എടുത്തിട്ട് കളിക്കുന്നവര്? മതവും ജാതി, അല്ലേ? അപ്പം LDF സർക്കാർ ഈ പറഞ്ഞതുപോലെ ഈ ഹിന്ദുമതത്തിനെ എടുത്തിട്ട് ചെറിയൊരു കളി കളിക്കുകയാണ്. അയ്യപ്പ സംഗമം നടത്തുന്നു. അപ്പൊ ഇവർക്ക് നന്നായിട്ട് അറിയാം. കാരണം എന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പിന്റെ സമയമാകുമ്പോൾ അല്ലെ സംഗമത്തിന്റെ സമയമാകുമ്പോഴത്തേക്ക് ഈ ശബരിമലയിൽ 2 യുവതികളെ കൊണ്ട് കയറ്റിയതും ആ യുവതികളുടെ ഇപ്പോഴത്തെ അവസ്ഥകളും ചിത്രങ്ങളും അതേപോലെ തന്നെ പോലീസ് അകമ്പടിയോടെ കയറ്റിയതും അന്നത്തെ മുഖ്യമന്ത്രിയുടെ പ്രസ്താവനകളും മറ്റു മന്ത്രിമാരുടെ പ്രസ്താവനകളും ഒക്കെ എടുത്ത് ഇങ്ങനെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ എല്ലാവർക്കും അറിയാം. എന്നിട്ട് എന്തുകൊണ്ട് ഇത് മുമ്പോട്ട് പോകുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ സർക്കാർ കൃത്യമായിട്ട് ഒരു PR ഏജൻസിയുടെ വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള PR ഏജൻസിയാണ് കേട്ടോ. ആ PR ഏജൻസിയുടെ നിർദ്ദേശം അനുസരിച്ചിട്ടാണ് ഇവരുടെ ഓരോ നടപടിയും മുമ്പോട്ട് പോകുന്നത്. ഇത് AKG സെന്ററോ അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്ററോ അതല്ലെങ്കിൽ അവരുടെ സെക്രട്ടേറിയറ്റോ അല്ലെങ്കിൽ പോളിറ്റ് ബ്യൂറോ ഒന്നും തീരുമാനിക്കുന്ന രീതിയിലല്ല ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ശരിക്കും പറഞ്ഞാൽ ഒരു PR ഏജൻസി റൂട്ടിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ PR ഏജൻസി കൃത്യമായിട്ട് എടുത്തിരിക്കുന്ന ഒരു സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ മതം ഇട്ട് കളിക്കുക, ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും. ഇപ്പം UDFനെ മുസ്ലിങ്ങളെ UDFനോട് ചേർത്ത് നിർത്തുക, എന്നിട്ട് ഹിന്ദുക്കളിൽ ഭീതി ഉണ്ടാക്കുക. അപ്പൊ ഈ ഒരു സെൻട്രൽ തീമാണ് ഇപ്പൊ ഈ ഏത് സംഗതിയും. ഇപ്പം ഈ ഇതിന്റെ ഒരു ഡിസൈൻ എന്ന് പറയും, ആ ഡിസൈൻ പുറത്ത് കാണത്തില്ല, മനസ്സിലായില്ലേ? അതിനകത്തേ ഉണ്ടാവുന്നത്. അത് അതിന്റെ ആത്മാവെന്ന് പറഞ്ഞാൽ അത് അതിനകത്ത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ അതിനകത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ബാക്കിയുള്ള സംഗതികൾ ഡെവലപ്പ് ചെയ്തോളും. അപ്പൊ ഇവിടെ ഈ മുസ്ലിങ്ങളെ കുറിച്ചിട്ട് ഒരു ഭീതി ഹിന്ദു സമുദായത്തിൽ ഉണ്ടാക്കുക, അതും ഉറപ്പിക്കുക, മനസ്സിലായില്ലേ? ഉറപ്പിച്ചു കഴിഞ്ഞിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ കുറെ കാര്യങ്ങൾ സംഘടിപ്പിക്കുക. ഉദാഹരണത്തിന് ഇപ്പൊ അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നു. നോക്കുമ്പോൾ വിശ്വാസികളുടെ കാര്യം, ഒരു മതേതര സർക്കാരാണ്. വിശ്വാസികളുടെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കും. വിശ്വാസികളെയും ഞങ്ങൾ ഒരുപോലെയാണ് കണക്കാക്കുന്നത്. പക്ഷെ ഇതിലൊരു വിരോധാഭാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ CPM അല്ലെങ്കിൽ LDF എന്ന് പറയുന്നത് ഒരു മതേതരത്വം എന്നതിനേക്കാൾ ഉപരി ദൈവവിശ്വാസം ഇല്ലാത്ത ആളുകൾ അങ്ങനെയുള്ളൊരു രീതി, ഒരു കൺസെപ്റ്റിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. കുറച്ച് നാളുകൾക്ക് മുൻപ് ഗോവിന്ദൻ മാസ്റ്റർ ഇതേപോലെ ഒരു ജോത്സ്യനെ കാണാൻ പോയി എന്നുള്ള രീതിയിൽ വലിയ വിമർശനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. എന്തിനു പോയി എന്നുള്ളൊരു ചോദ്യങ്ങളൊക്കെ ആ സമയത്ത് ഉയർന്ന ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഒരു അയ്യപ്പ സംഗമം നടത്തിക്കൊണ്ട് ഇതിനെല്ലാത്തിനും ഈ ഒരു ചോദ്യങ്ങളെല്ലാം അവസാനിപ്പിക്കുന്ന രീതിയിൽ ഈ ഒരു CPMന്റെ നീക്കം എന്ന് പറയുന്നത്. പക്ഷേ ആ പറഞ്ഞ സ്ഥിതിക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഇതിനകത്ത് കിടക്കുന്ന എന്താണെന്ന് നമുക്ക് ആർക്കും അറിയില്ല. അപ്പൊ വേറൊരു വർഷം ഇറങ്ങുന്നുണ്ട്. ആരോ ഇപ്പൊ എവിടെ ജ്യോത്സ്യം വെച്ച് നോക്കിയപ്പോഴത്തേക്ക് ഈ ഭരണത്തിലിരിക്കുന്നവർക്കും അവരുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്കൊക്കെ ചില ദോഷങ്ങളുണ്ട്. ആ ദോഷങ്ങളുടെ അയ്യപ്പ ശാപമുണ്ട്. അപ്പൊ അയ്യപ്പ ശാപത്തിനകത്ത് നിന്ന് മുക്തി നേടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സംഗതി നടക്കുന്നത്. അത് നമുക്ക് നിഷേധിക്കാൻ പറ്റത്തില്ല, സ്ഥിരീകരിക്കാനും പറ്റത്തില്ല, ഇല്ലേ? പക്ഷെ ഇതിനകത്ത് ഒരു സാമാന്യ യുക്തിക്ക് ചേർന്നതല്ല LDF ഗവൺമെന്റ് ഇപ്പൊ ഈ അയ്യപ്പ സംഗമം നടത്തുന്നത്, ഇല്ലേ? ഒരു സാമാന്യ ബുദ്ധി, വലിയ ബുദ്ധിയൊന്നും വേണ്ട, ഒരു സാധാരണക്കാരനായിട്ടുള്ള കൂടുതൽ ചിന്തിക്കാതെ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് എന്തുകൊണ്ടാണ് നടത്തുന്നുള്ള സംഗതി, അല്ലേ? അപ്പൊ അതിന്റെ വ്യക്തമായ ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം ഈ പറഞ്ഞതുപോലെ ഈ കൃത്യമായിട്ട്
ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ന്യൂനപക്ഷ സംഗമത്തെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടായിരുന്നു. അതെ, മനസ്സിലായില്ലേ? അപ്പൊ അത് സമസ്തകളുടെ ഒരു നേതാവ് ഇന്നലെ അബ്ദുൽ സമദ് പൂക്കോട്ടൂർ അദ്ദേഹം അതിനെ എതിർത്തിട്ടുണ്ട്. ഇത് സർക്കാർ ചെയ്യുന്നത് ശരിയില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കണം, ഒരു ന്യൂനപക്ഷ സംഗമം നടക്കുന്ന സമയത്ത് വരുന്ന ഒരു ശബ്ദം അത് മുസ്ലിങ്ങളെ കേന്ദ്രീകരിച്ചിട്ടാണ്, ഇവിടെ ഹിന്ദുക്കളെ കേന്ദ്രീകരിച്ചിട്ട്. അപ്പൊ ഈ ഹിന്ദു മുസ്ലിം എന്നുള്ള ഒരു അജണ്ട സെൻട്രൽ പോയിന്റിലേക്ക് കൊണ്ടുവരിക. ഇതാണ് ഈ PR ഏജൻസി ചെയ്തിരിക്കുന്ന സംഗതി. അത് നമ്മൾ ആ രീതിയിൽ നോക്കിയാലേ മനസ്സിലാവത്തില്ല. അത് സാധാരണ രാഷ്ട്രീയത്തിന്റെ കണ്ണിക്കൂടെ നോക്കി അത് പിടികിട്ടത്തില്ല. അപ്പൊ ഇതിങ്ങനെ സെൻട്രൽ പോയിന്റിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ മുസ്ലിങ്ങള് ഇപ്പം മലപ്പുറം വേറൊരു രാജ്യമായി, ഈ മലപ്പുറം വേറൊരു രാജ്യമായെന്ന് വെള്ളാപ്പള്ളി നടേശൻ പ്രഖ്യാപിച്ചതിന്റെ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചേർത്തലയിലെത്തി വെള്ളാപ്പള്ളി നടേശനെ പൊന്നാടയൊക്കെ അണിയിച്ച് അദ്ദേഹം 30 വർഷം SNDPയുടെ നേതൃത്വം വഹിച്ചതിന്റെ പേരിൽ വലിയ ആഘോഷവും അനുമോദനവും അദ്ദേഹത്തിന് വാനോളം പുകഴ്ത്തി പ്രസംഗിക്കുകയൊക്കെ ചെയ്തു. അല്ലെ? കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണെന്ന് ആലോചിക്കണം. അപ്പോ ഇത് ഒരു മെസ്സേജാണ്. കേരളം മലപ്പുറം മറ്റൊരു രാജ്യമായി. അതേപോലെ നൊയമ്പ് സമയത്ത് മലപ്പുറം ജില്ലയിലൂടെ യാത്ര ചെയ്യാൻ ഭക്ഷണമൊന്നും കിട്ടില്ല എന്നുള്ളൊരു അതിനകത്ത് യാഥാർത്ഥ്യമുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ ഇത്തരം കാര്യങ്ങൾ മുമ്പോട്ട് നിർത്തി കാണുമ്പോഴത്തേക്ക് ഇങ്ങനെയൊക്കെ ആൾക്കാരെ ആലോചിക്കും, ശരിയാണ്, ഈ മുസ്ലിങ്ങളുടെ ആധിപത്യം വന്നു കഴിഞ്ഞാൽ കേരളം മലപ്പുറം പോലെയാകും. മലപ്പുറം എന്ന് പറയുന്നത് തന്നെ മുസ്ലിം കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് എന്ന് ആദ്യം മുതലേ തന്നെ ജനങ്ങളുടെ മനസ്സിലുണ്ട്. അത് യാഥാർത്ഥ്യമാണ്. അത് തന്നെ ഉണർത്തിക്കൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ഡൽഹിയിലുള്ള ഇന്റർവ്യൂ ഓർമ്മയില്ലേ? ഡൽഹിയിൽ PR ഏജൻസി നടത്തിയ ഒരു എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ ഹിന്ദുവിൽ വന്നു. അതിനകത്ത് മലപ്പുറത്ത് നടക്കുന്ന അനാശാസ്യ പ്രവർത്തനങ്ങൾ, ഗോഡ് ഹവാല ഏർപ്പാടുകൾ, ഇങ്ങനെയുള്ള സാധനം പറഞ്ഞു. മലപ്പുറം ജില്ലയെ കേന്ദ്രീകരിച്ചിട്ടാണ്. അപ്പൊ അതിനുശേഷമാണ് പിന്നീട് വെള്ളാപ്പള്ളിയുടെ വരുന്നത്. അപ്പൊ ഇത് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. അത് കഴിഞ്ഞ് നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു, നിലമ്പൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണെങ്കിലും അതൊരു മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലമാണ്, അല്ലെ? അപ്പൊ ആ മണ്ഡലത്തിൽ ഗോവിന്ദൻ മാസ്റ്റർ പറയുകയാണ്, RSS വർഗീയ പാർട്ടിയാണ്, ഞങ്ങൾ RSSുമായിട്ടൊക്കെ പണ്ട് അടിയന്തര സ്ഥലത്ത് കൂട്ടുകൊണ്ടിട്ടുണ്ട്, ഉള്ള കാര്യം തുറന്നു പറയുന്നതിനാണ് മടിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ അവിടെ CPM വ്യക്തമായിട്ടൊരു ഹിന്ദു ഭാഗത്തേക്ക് ചരിയുന്നൊരു പാർട്ടി, ഹിന്ദു പാർട്ടി. കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടിയും CPM ആണ്. അപ്പോ ഈ ഒരു കേന്ദ്ര അജണ്ടയിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. UDF വന്നു കഴിഞ്ഞാൽ കേരളം ഭരിക്കുന്നത് മുസ്ലിങ്ങളായിരിക്കും. അങ്ങനെ ഒരു ചിന്ത ജനങ്ങളുടെ ഉള്ളിൽ ഇട്ട് കൊടുത്തുകൊണ്ട് LDF അധികാരത്തിൽ അടുത്തത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിനെയൊക്കെ കൂട്ടി ഉറപ്പിക്കുന്നതിനുള്ള, നമ്മൾ പ്രത്യക്ഷത്തിൽ നോക്കിയതൊന്നും കാണത്തില്ല. പക്ഷെ അതിനെയൊക്കെ കൂട്ടി ഉറപ്പിക്കുന്ന ഓരോരോ സംഭവങ്ങളാണ് ഇപ്പൊ ഏറ്റവും ഒടുവിൽ നമ്മൾ കാണാൻ പോകുന്ന അയ്യപ്പ സംഗമം. അതോടൊപ്പം തന്നെ ഈ CPMന്റെ ഉള്ളിലിരിക്കുന്ന, CPM പുറത്തേക്ക് വിടാൻ ഉദ്ദേശിക്കുന്ന ആ മെസ്സേജ് അതിശക്തമായ ഭാഷയിൽ ആരായിരിക്കും പുറത്തു വിടുന്നത്? BJP ആയിരിക്കും. അപ്പൊ CPMന് പറയാനുള്ളത് BJP ശക്തമായിട്ട് പറയുകയും, BJP ശക്തമായിട്ട് പറയുമ്പോഴത്തേക്ക് ജനങ്ങൾ ഇവിടുത്തെ ഹിന്ദുക്കൾ ചിന്തിക്കുകയും ആ ചിന്തയിലൂടെ ഇത് ശരിയല്ലേ എന്നൊരു തോന്നൽ വരികയും ചെയ്യും. അങ്ങനെ വരുമ്പോഴാണ് വീണ്ടും ഈ പറഞ്ഞ പോലെ BJP ശക്തമാവുകയും 25 ചിലപ്പോൾ 25 കൂടുതൽ ശതമാനം സാധ്യതയുണ്ടെന്ന് വരും. അങ്ങനെ വരുമ്പോഴാണ് ജയിക്കാൻ സാധ്യതയുള്ള ഒരു മുന്നണി, അതുപോലെ തന്നെ ഈ മലപ്പുറത്തിന്റെ അവസ്ഥ കേരളത്തിന് ഉണ്ടാവരുത് എന്ന ഒരു മെസ്സേജ്, അത് പുറത്തേക്ക് ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള എക്സസൈസസ് ആണ് ഈ അതിലൊന്ന് മാത്രമാണ് ഇപ്പൊ നമ്മൾ കാണുന്ന അയ്യപ്പ സംഗമം. ഈ ഒരു അയ്യപ്പ സംഗമം പറഞ്ഞ സമയത്ത്, തുടങ്ങിയ സമയത്ത്, അല്ലെങ്കിൽ ഇതുമായിട്ടുള്ള വാർത്തകൾ വന്ന സമയത്ത് പറഞ്ഞിരുന്നത്, ഇനി അതുപോലെ ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയിട്ടും മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടും ഒരു സംഗമം പിണറായി നടത്തുമോ എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. മാത്രമല്ല അഴിമതി ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു മാർഗമാണ് ഈ അയ്യപ്പ സംഗമം എന്നുള്ള രീതിയിലൊക്കെ സാധാരണപ്പെട്ട പല ആളുകളും തെറ്റിദ്ധരിച്ചു വെച്ചിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇപ്പൊ നമ്മൾ പറഞ്ഞത്, അല്ലെങ്കിൽ സാർ നേരത്തെ പറഞ്ഞതുപോലെ, ഇതിന്റെ യഥാർത്ഥ വശം എന്താണെന്ന് അറിയണമെങ്കിൽ, ഇതിന്റെ ഇന്നർ മീനിങ് എന്താണെന്ന് അറിയണമെങ്കിൽ തുടക്കം മുതലേ പരിശോധിച്ച് പോകണം. പക്ഷെ പലരും പരിശോധിക്കുന്നതിന് മുൻപ് തന്നെ ഈ ഒരു അയ്യപ്പ സംഗമം പറഞ്ഞപ്പോൾ തന്നെ ചിന്തിച്ചു കൂട്ടിയ കാര്യങ്ങള് അഴിമതിക്ക് വേണ്ടിയിട്ട് പണം പിരിക്കാൻ, ഇപ്പം ഖജനാവിൽ പണമില്ല, ഇപ്പൊ പുതിയൊരു മാർഗത്തിലൂടെ പണം പിരിക്കാനുള്ള ഒരു വഴിയായിട്ട് അയ്യപ്പ സംഗമം മാറുന്നു എന്നുള്ളതാണ്. എന്ത് തന്നെയാണെങ്കിലും പിണറായി വിജയന്റെ ഈ ഒരു നീക്കം നമുക്ക് മനസ്സിലാക്കാം, അടുത്തൊരു തെരഞ്ഞെടുപ്പ് പിണറായി വിജയൻ പിടിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് എന്നുള്ളത് സംശയമില്ല. കാര്യത്തിൽ അദ്ദേഹം ആ കാര്യത്തിനകത്തൊക്കെ വളരെ സമർത്ഥനുമാണ്. ഒരു കാര്യം നേടിയെടുക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പിണറായി വിജയന്റെ പ്ലസ് പോയിന്റ്സ് നമ്മൾ കാണാതിരിക്കരുത്. അദ്ദേഹം ഒരു കാര്യം നടപ്പിലാക്കാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ആ നിശ്ചയദാർഢ്യത്തോടുകൂടി അതിനെ ഡ്രൈവ് ചെയ്ത് ആ ഒരു പോയിന്റിലേക്ക് എത്ര പ്രതിസന്ധികൾ വന്നു കഴിഞ്ഞാൽ അതിനെ തരണം ചെയ്തെത്തിക്കാനുള്ള ഒരു ശേഷി അദ്ദേഹത്തിനുണ്ട്. എങ്ങനെയായാലും എത്തിച്ചിരിക്കും. എത്തിച്ചിരിക്കും. പക്ഷേ ഇനി
LDF വീണ്ടും അധികാരത്തിൽ വന്നാൽ ഇപ്പോൾ തന്നെ ഏകാധിപത്യമാണ് അല്ലെങ്കിൽ പിണറായിസമാണ് നടക്കുന്നത് എന്ന് പറയുന്നത് പോലെ ഇനി ഒരു തവണ കൂടി പിണറായി സർക്കാർ തന്നെ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും കേരളത്തിന്റെ അവസ്ഥ എന്നുള്ളത് കൂടി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ, അത് അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അങ്ങനെ ചിന്തിക്കുന്നത് പോലും നമ്മളൊരു ഈ കേരളത്തിലെ നമ്മൾ രണ്ട് വ്യക്തികൾ എന്ന നിലയിൽ അങ്ങനെയുള്ള ചിന്ത ശരിക്കും പറഞ്ഞാൽ ജനായത്തെ തോൽപ്പിക്കുന്ന ചിന്തയാണ്. ജനങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ ജനങ്ങളാണ് അവർ തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇത്തരത്തിലുള്ള സംഭാഷണത്തിലൂടെ ഇത് ഒരു വിഭാഗം നേതാക്കളുടെ കയ്യിലേക്ക് നമ്മളുടെ ഭരണത്തെ ഏൽപ്പിച്ചു കൊടുക്കല്ലേ വേണം. മറിച്ച് ജനങ്ങളുടെ ഇടയിൽ ഇപ്പോൾ നമ്മളൊരു മാധ്യമത്തിൽ ഇരുന്ന് സംസാരിക്കുകയാണ്. അപ്പൊ ഈ മാധ്യമത്തിൽ സംസാരിക്കുമ്പോൾ ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അപ്പൊ ജനായത്ത സംവിധാനം ദുർബലമാകുന്നതിന്റെ കാരണം പാർട്ടിസിപ്പേറ്ററിയാണ്, പങ്കാളിത്തത്തോടുകൂടിയാണ് ജനാധിപത്യം നടപ്പിലാക്കുക. അതല്ലാതെ ഒരു വോട്ട് ചെയ്ത് കുറെ ആൾക്കാരുടെ കൈ കൊടുത്തിട്ട് നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്തു എന്ന് പറയുന്ന ആ ഒരു മാനസികാവസ്ഥ കേരളത്തിൽ മാറിയിട്ടിരിക്കുന്നു. ഇപ്പൊ അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് രാഷ്ട്രീയ നേതാക്കൾ തന്നെ ഇങ്ങനെ പറയും. അത് അവരുടെ ഒരു തന്ത്രത്തിന്റെ ഭാഗമാണ്. കാരണം ഈ രീതിയിലാണ് ജനായത്തത്തെ വീക്കാക്കുന്നത്. അപ്പൊ ജനായത്തം ശക്തമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഇതൊന്നും പറ്റത്തില്ല. അപ്പൊ നമ്മൾ ഇത്തരത്തിലുള്ള സംഭാഷണങ്ങളിൽ നമ്മളുടെ ജനങ്ങളുടെ ഇടയിൽ ഈ ഒരു അവബോധം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഒരു ഭരണാധികാരിയും ഏകാധിപതിയായിട്ട് ഭരിക്കാനായിട്ട് ഇവിടെ പറ്റില്ല. ആ ഒരു ബോധ്യമാണ് ജനങ്ങളിൽ ഉണ്ടാവേണ്ടത്. പക്ഷെ ദൗർഭാഗ്യവശാൽ ഇപ്പം നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ ആണെങ്കിലും ഇപ്പൊ മുഖ്യധാരാ മാധ്യമങ്ങളിലൊക്കെ ഈ നേതൃത്വത്തെ കേന്ദ്രീകരിച്ചുള്ള ചർച്ചകൾ മാത്രമാണ് നടക്കുന്നത്. അതാണ് ഇതിന്റെ അപകടം എന്ന് പറയുന്നത്. മറിച്ച് ഇപ്പൊ ജനാധിപത്യം എന്നുള്ള പേര് പോയി, ഞാൻ ജനാധിപത്യം എന്നുള്ള പേര് ഉപയോഗിക്കാറുണ്ട്. വാല്യൂന്റെ അല്ല, ആ ജനാധിപത്യം എന്നുള്ള സാധനം വരും, ഡോമിനേഷൻ ആണ് വരുന്നത്. ഇപ്പൊ ഡെമോക്രസി, ഓട്ടോക്രസി എന്നുള്ള അതിനോട് ചേർന്ന് നിൽക്കുന്നതായിട്ട് ഡെമോക്രസി. അവിടെ ഈ ഓട്ടോയും കൊണ്ട് മാറി ആട്ടോയുടെ സ്ഥാനത്ത് ഡെമോ എടുത്തു വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഈ ആട്ടോക്രസിയിലൂടെ നമ്മൾ കണ്ടു പരിചയിച്ച ഭരണം തന്നെയാണ് ഡെമോക്രസിയിലും കടന്നു വരുന്നത്. ഒരു ആധിപത്യം വരുന്നത്, ആധിപത്യം അല്ല വേണ്ടത്. ഇപ്പൊ പണ്ട് നമ്മളുടെ VS അച്യുതാനന്ദന്റെ കാലഘട്ടത്തിലുള്ള നേതാക്കന്മാര് ഈ അന്നത്തെ ഉത്തരവാദിത്ത പ്രക്ഷോഭത്തെ കുറിച്ച് സംസാരിക്കുമ്പോഴും അന്നത്തെ രാജഭരണത്തിന്റെ മാറ്റത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ അവർ പറയുന്ന വാക്ക് ജനായത്ത സംസ്കാരം എന്നാണ്. ജനായത്ത സംസ്കാരം. ആ വാക്കുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ആയത്തം എന്ന് പറഞ്ഞാൽ വന്നു ചേരുക എന്നുള്ളതാണ്. ജനങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നുള്ളതാണ് അധികാരം. അതുകൊണ്ടാണ് ജനായത്വം ജനാധിപത്യവും. ജനാധിപത്യം ഒരു ജനായത്ത സംവിധാനത്തിലെ ഒരു ജനപ്രതിനിധിയെ ഡിക്റ്റേറ്റർ ആക്കും, ആധിപത്യം എന്നുള്ളത്. മറിച്ച് ഇത് ജനായത്തമാണ് എന്ന് പറയുകയാണെങ്കിൽ ഒരാൾ സ്വേച്ഛാധിപതിയാണോ എന്ന് തീരുമാനിച്ചാൽ പോലും ഈ ഒരു വാക്കായുള്ള ഒരു ഓർമ്മപ്പെടുത്തലുണ്ടാവും, ജനങ്ങളെ മറക്കാൻ പാടില്ല എന്നുള്ളത്. അപ്പൊ ഈ ജനാധിപത്യം എന്നുള്ള നമ്മളെല്ലാം ഈ പടിഞ്ഞാറൻ സാധനങ്ങൾ അതേപടി ഇങ്ങെടുത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ പടിഞ്ഞാറൻ പ്രമാണത്തിലൂടെയാണ് പല കാര്യങ്ങളെയും കാണുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ഈ ജനായത്ത സംവിധാനമൊക്കെ ഈ ഒരു രീതിയിൽ വളരെ ദുർബലമായി പോകുന്നതിന്റെ കാരണം. അപ്പം അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഈ ഉഡായിപ്പ് കളികളെല്ലാം ഈ ജനായത്ത സംവിധാനത്തിൽ നടക്കുന്നത്. അപ്പം ഈ അയ്യപ്പ സംഗമം അതിന്റെ ഒരു ഭാഗമാണ്. അതെ, തീർച്ചയായിട്ടും. ഇനി എന്തായാലും ജനങ്ങൾ തീരുമാനിക്കട്ടെ, ഇനി ആരധികാരത്തിൽ വരണം, ആരധികാരത്തിൽ വന്നാലും എങ്ങനെ കേരളം ഭരിക്കണം എന്നുള്ളത് കൂടി ജനങ്ങൾ തീരുമാനിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ജനങ്ങൾ തീരുമാനിക്കണം. കാരണം ജനങ്ങൾ തീരുമാനിക്കുമെന്നുള്ള നല്ല ശക്തമായ രീതിയിൽ ജനങ്ങൾ വളരെ റെസ്പോൺസീവ് ആണെന്ന് അറിയുകയാണെങ്കിൽ ഒരു ഭരണാധികാരിയും ഈ ഒരു സ്വേച്ഛാധിപതിയുടെ വഴിയിലേക്ക് പോവില്ല. ഇപ്പോ കഴിഞ്ഞ ദിവസം നേപ്പാളിൽ സംഭവിച്ചത് അല്ല, ഞാനത് പറഞ്ഞില്ലാന്ന് മാത്രമേ ഉള്ളൂ. പറഞ്ഞു മനസ്സിലായില്ലേ? അവിടെ ഭരണപക്ഷത്തിലെ നേതാവിനെ മന്ത്രിമാരെ മാത്രമല്ല ഉപദ്രവിച്ചത്. അവിടെ നേപ്പാളിൽ കണ്ട സംഗതി ഭരണപക്ഷത്തെ അത് ഒരിക്കലും നമുക്ക് അതിനെ ആ ഒരു വയലൻസിനെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഒരിക്കലും പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ അതിന്റെ പേര് മിണ്ടാതിരുന്നത്. പക്ഷെ ആ ജനം അവിടെ ഗതി കെട്ടു. അവിടെ ഭരണപക്ഷത്തിന്റെ മന്ത്രിമാരെയോ അല്ലെങ്കിൽ നേതാക്കന്മാരെയോ മാത്രമല്ല കൈകാര്യം ചെയ്തത്, പ്രതിപക്ഷത്തിന്റെ ആൾക്കാരെയും കൈകാര്യം ചെയ്തു. അത് മാത്രമല്ല, അവിടുത്തെ ഹിൽട്ടൺ ഹോട്ടൽ ഉൾപ്പെടെ അവിടുത്തെ ഹോട്ടൽ ഇൻഡസ്ട്രിക്ക് $25 ബില്യൺ നഷ്ടമാണ് വന്നിരിക്കുന്നത്, കത്തിക്കരിഞ്ഞു പോയത്. നമ്മൾ അവിടെ നേപ്പാളിലെ സംഗതി നമ്മൾ ആരും നമ്മുടെ മാധ്യമങ്ങളൊന്നും ഈ മുഖ്യധാരാ മാധ്യമങ്ങളെ ശ്രദ്ധിക്കാതെ കാര്യമുണ്ട്. സാധാരണക്കാരുടെ കാറുകളാണ് അവിടെ കത്തിച്ചിട്ടിരിക്കുന്നത്. ആ കാറുകളെല്ലാം മുന്തിയ കാറുകളാണ്. മനസ്സിലായോ? അവിടെ ഒറ്റ കാർ ഫാക്ടറി ഇല്ല. ഇവിടെ 100 രൂപ വിലയുള്ള അല്ലെങ്കിൽ 10 ലക്ഷം രൂപ വിലയുള്ള ഒരു കാറിന്, ഇന്ത്യയിൽ വിലയുള്ള ഒരു കാറ് നേപ്പാളിൽ ചെല്ലുമ്പോൾ 25 ലക്ഷവും. അപ്പൊ അവിടെ അഴിമതിക്കാർക്കും കൊള്ളക്കാർക്കും അല്ലെങ്കിൽ അനധികൃതമായിട്ട് കാശുണ്ടാക്കുന്നവർക്ക് ഇതൊക്കെ ഓൺ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നൊരു ധാരണ അവിടുത്തെ യുവാക്കളിലും നേപ്പാളി ജനതകളിലും വന്നു. അതുകൊണ്ട് ആ അഴിമതിക്കാർക്കെതിരെ മുഴുവനുള്ള ഒരു പ്രതിഷേധമായിട്ടാണ് ഈ റോഡിൽ കിടന്നിരുന്ന കാറുകൾ പോലും അവർ കത്തിച്ചത്.
അതെ. മനസ്സിലായില്ലേ? അപ്പൊ ഈ ഒരു ബോധ്യം ഭരണാധികാരികൾക്ക് ഉണ്ടാവുകയാണെങ്കിൽ അവിടെയാണ് ഈ ജനായത്തം എന്നുള്ള വാക്ക് നമ്മൾ അടിച്ചുറപ്പിച്ച് ജനങ്ങളിലേക്ക് കേൾക്കേണ്ടത്. അത് നമ്മൾ കേൾക്കുന്തോറും നമ്മൾ ആയത്തം വന്നു ചേരുന്നത് നമ്മുടെ അധികാരം, നമ്മൾ കൊടുത്ത അധികാരമല്ലാതെ വേറൊരു അധികാരം അവർക്കില്ലല്ലോ. അതെ, തീർച്ചയായിട്ടും. അപ്പൊ ആ ഒരു സംഗതി അതാണ് നമ്മൾ ഈ ഇപ്പൊ നമ്മുടെ സൊസൈറ്റിയും വയലൻസിലേക്ക് പോകാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അപ്പൊ അതിന്റെ ഒരു ഭാഗം കൂടിയായിട്ടാണ് ഞാൻ ഈ ഒരു വാക്കുപോലും നേപ്പാളിന്റെ കാര്യം എടുത്ത് പറയാതിരുന്നത്. ഈ ജനാധിപത്യം മാറിയിട്ട് ജനായത്തത്തിലേക്ക് നമ്മളുടെ പ്രയോഗം മാറ്റണം എന്ന് പറയാനുള്ള കാരണം. ഓക്കെ.